വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. സോ പ്രീവിയസ് ആയിട്ട് UPSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് റിലേറ്റഡ് ആണ്? കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, തിയോഡൻ ഷാൻ കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. ശരിയാണോ? സെക്കൻഡ് ബി ഓപ്ഷൻ നോക്കിക്കേ. റുഡോൾഫ് വിർച്ചോ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം. ശരിയാണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ എന്താണ്? റോബർട്ട് ബ്രൗൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതാണെന്ത്? ഓപ്ഷൻ സി തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി നോക്കിക്കേ. ഓപ്ഷൻ ഡി നോക്കിക്കേ. MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. എന്താണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഏതായിരിക്കും വരിക? ഇതാണോ വരിക? ഫസ്റ്റ് ഓപ്ഷൻ തിയോഡൻ ഷോൺ കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയ ആൾ ആരാണ്? തിയോഡൻ ഷോൺ ആണോ? അല്ല അല്ലേ? ഓക്കെ, അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, റുഡോൾഫ് വിർച്ചോ എന്താ കണ്ടുപിടിച്ചത്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം ആണോ? അതാണോ ഓപ്ഷൻ? പിന്നെ ഏതാ തന്നിരിക്കുന്നത്? ഓപ്ഷൻ സി, റോബർട്ട് ബ്രൗൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയത് ഉണ്ടാവാന്ന് കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ബ്രൗൺ എന്നാണ് തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ശരിയാണോ? ആണോ? ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. സസ്യശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞത് MG ഷ്ലീഡൻ ആണെന്നാണ് പറയുന്നത്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ്? MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്ന് പറഞ്ഞിരിക്കുന്നത് ആര് തന്നെയാണ്? MG ഷ്ലീഡൻ തന്നെയാണ്. അതാണ് കറക്റ്റ് ആൻസർ. ബാക്കി 3 ഓപ്ഷൻസും തെറ്റാണ്. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് എന്താണ് ആൻസർ എന്ന് നോക്കാം. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് നോക്കിക്കേ. തിയോഡൻ ഷാൻ അല്ലേ? തിയോഡൻ ഷാൻ എന്താ ശരിക്കും കണ്ടുപിടിച്ചത്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡൻ ഷാൻ ആണ്. എന്ത് കണ്ടുപിടിച്ചത്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡൻ ഷാൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ നോക്കിക്കേ. റുഡോൾഫ് വിർച്ചോ എന്താ കണ്ടുപിടിച്ചത്? റുഡോൾഫ് വിർച്ചോ ആണ് എന്ത് കണ്ടുപിടിച്ചത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസിൽ നിന്ന്, അല്ലെങ്കിൽ കോശങ്ങളിൽ നിന്നാണ് പുതിയ സെൽസ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുക എന്ന് കണ്ടുപിടിച്ച ആളാരാണ്? റുഡോൾഫ് വിർച്ചോ ആണ് കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഓക്കെ, തേർഡ് വൺ നോക്കിക്കേ. റോബർട്ട് ബ്രൗൺ എന്താണ്? കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്, കോശങ്ങളിൽ ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, നേരത്തെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് തന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് MG ഷ്ലീഡൻ. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞത്. എന്താണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. സസ്യശരീരം എങ്ങനെയാണ്? കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച ആളാരാണ്? MG ഷ്ലീഡൻ. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക ആൻസർ ആയിട്ട്. ഈ 3 എണ്ണമാണ് നേരത്തെ തന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് തന്നത്, റീഅറേഞ്ച് ചെയ്തിട്ടാണ്. ഇതാണ് കറക്റ്റ് അറേഞ്ച്മെന്റ്. അപ്പൊ മാറിപ്പോകാൻ പാടില്ല. തിയോഡൻ ഷാൻ കണ്ടുപിടിച്ചത് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്നുള്ളതാണ്. റുഡോൾഫ് വിർച്ചോ കണ്ടുപിടിച്ചത് എന്താണ്? ഓൾറെഡി ഉള്ള, അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ച ആളാണ് ആര്? റുഡോൾഫ് വിർച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, റോബർട്ട് ബ്രൗൺ എന്താണ്? കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയ ആരാണ് കണ്ടെത്തിയത്? റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, ലാസ്റ്റ് MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇതാണ് അതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പോഷണ പ്രക്രിയയാണ് ചോദിച്ചത്.
പോഷണ പ്രക്രിയയിലെ കുറച്ച് ഘട്ടങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, നമുക്കറിയാം ഏതൊക്കെയാണ് ഘട്ടങ്ങൾ എന്നുള്ളത്. അപ്പം അതിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ ഏതാണ് ശരിയായത് എന്ന് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, ആഹാര സ്വീകരണം കഴിഞ്ഞിട്ടാണ് ദഹനം നടക്കുക, ദഹനം കഴിഞ്ഞിട്ടാണ് ആഗിരണം ഉണ്ടാവുക, ആഗിരണം കഴിഞ്ഞിട്ടാണ് സാംശീകരണം കഴിഞ്ഞിട്ടാണ് വിസർജനം എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ നോക്കിക്കേ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ. ഓപ്ഷൻ ബിയിൽ ഫസ്റ്റ് ആഹാര സ്വീകരണം ഉണ്ടാവുന്നു, പിന്നെ സാംശീകരണം നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് ദഹനം നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആഗിരണം, അത് കഴിഞ്ഞിട്ട് വിസർജനം. അതാണ് ഓപ്ഷൻ ബി തന്നിരിക്കുന്നത്. ക്ലിയർ? യെസ്, ഓപ്ഷൻ ബി അതാണ്. ഇനി ഓപ്ഷൻ സി നോക്കാം നമുക്ക്. ഓപ്ഷൻ സി എന്താണ് കൊടുത്തിരിക്കുന്നത്? സാംശീകരണമാണ് ഫസ്റ്റ് നടക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ആഹാര സ്വീകരണം നടക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ആഗിരണം നടക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ദഹനം കഴിഞ്ഞിട്ട് വിസർജനം. അതാണ് ഓപ്ഷൻ സി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി നോക്കിക്കേ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ദഹനം കഴിഞ്ഞിട്ട് വിസർജനം കഴിഞ്ഞിട്ടാണ് ആഹാര സ്വീകരണവും ആഗിരണവും സാംശീകരണവും വരിക. ഓക്കെ, അങ്ങനെയാണ് ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷന്? ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക? ഒരു കാര്യം ഉറപ്പാണ്, ആഹാര സ്വീകരണം ആണ് എല്ലാത്തിനും തുടക്കം ഉണ്ടാവുക അല്ലേ. അപ്പൊ നമുക്ക് അത് ഒരു ഡൗട്ട് ഉണ്ടാവില്ല, അത് ക്ലിയർ ആയിരിക്കും. അപ്പം ആഹാര സ്വീകരണം വരുന്നത് ഏതിലൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്? ദഹനം. ഓപ്ഷൻ ഡി അല്ല, എന്തായാലും ഓപ്ഷൻ സിയും അല്ല. കാരണം ആഹാരം നമ്മൾ ഫുഡ് എടുക്കണം എന്നിട്ടല്ലേ ഡൈജഷൻ നടക്കുള്ളൂ. അപ്പം അതല്ല. ഓക്കെ, പിന്നെ ഏതാണ് നോക്കുക? പിന്നെ ഇത് രണ്ടാണ് നമുക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സാംശീകരണം, വിസർജനം. ആഹാര സ്വീകരണം, സാംശീകരണം, ദഹനം, ആഗിരണം, വിസർജനം. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആഹാര സ്വീകരണം കഴിഞ്ഞിട്ട് അവിടെ എന്താണ് നടക്കുക? ദഹനമാണ് നടക്കുക. എന്താ നടക്കുക? എന്താ ദഹനം? ഡൈജഷൻ അല്ലേ. ഡൈജഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദഹനം കഴിഞ്ഞിട്ട് ആഗിരണം നടക്കും അല്ലേ. ആഗിരണം നടന്നിട്ട് പിന്നെ സാംശീകരണം നടക്കുക. അങ്ങനെ സാംശീകരണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ബോഡി അത് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ബാക്കി വരുന്നത് ആരാണ്? വിസർജനമാണ് വരിക, എക്സ്ക്രീഷൻ ആണ് വരിക അല്ലെ. എല്ലാ വേസ്റ്റുകളും നമ്മൾ പുറന്തള്ളും. അപ്പൊ ഇതാണ് എന്തിന്റെ സ്റ്റെപ്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ. പോഷണ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ആഹാര സ്വീകരണം കഴിഞ്ഞിട്ട് എന്താണ് വരിക? ദഹനമാണ് വരിക. ദഹനം കഴിഞ്ഞിട്ട് ആഗിരണം കഴിഞ്ഞിട്ടാണ് സാംശീകരണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിസർജനം. ക്ലിയർ ആണല്ലോ? ഇതാണ് അതിന് ആൻസർ ആയിട്ട് വരിക. ആഹാര സ്വീകരണം, ആദ്യം നമ്മൾ ഭക്ഷണം എടുക്കണം എന്നിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ആഹാര സ്വീകരണമാണ് തുടക്കത്തിൽ വരിക. അത് കഴിഞ്ഞിട്ട് ദഹനം നടക്കും, അത് കഴിഞ്ഞിട്ട് ആഗിരണം നടക്കും, ആഗിരണം കഴിഞ്ഞിട്ടാണ് സാംശീകരണം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിസർജനം. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വിറ്റാമിൻ എ, ബി, സി, ഡി. ഓക്കെ, എ, ബി, സി, ഡി ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി നോക്കിക്കേ. ഓപ്ഷൻ ബി വിറ്റാമിൻ ഏതാണ് തന്നിരിക്കുന്നത്? ബി, സി, ഡി, കെ. ബി, സി, ഡി, കെ. ഓപ്ഷൻ ബി അതാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി നോക്കിക്കേ. വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഏതാണ് ഓപ്ഷൻ? വിറ്റാമിൻ എ, ഡി, ഇ, കെ ആണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വിറ്റാമിൻ ഏതാണ്? എ, ബി, ഇ, കെ. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ചോദ്യം ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് നോക്കിക്കേ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ ആയിരിക്കോ? വിറ്റാമിൻ എ, ബി, സി, ഡി.
ആണോ, അല്ലെങ്കിൽ വിറ്റാമിൻ BCDK ആണോ, അല്ലെങ്കിൽ വിറ്റാമിൻ ADEK ആണോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ഏതാ കൊടുത്തിരിക്കുന്നത്? വിറ്റാമിൻ ABEK. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി ആണ് വരിക. വിറ്റാമിൻ ADEK ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വിറ്റാമിൻ ADEK ആണ് എന്ത് ചെയ്യുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം ഏതാണ്? വിറ്റാമിൻ A, വിറ്റാമിൻ D, വിറ്റാമിൻ E ആൻഡ് വിറ്റാമിൻ K ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ലല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, രോഗപ്രതിരോധ ശേഷി ഏതൊക്കെ കൊടുത്തിരിക്കുന്നത്? രോഗപ്രതിരോധ ശേഷി, അസ്ഥികളുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, അസ്ഥികളുടെ ആരോഗ്യം, അതുപോലെ എന്താണ്? കാഴ്ച. ഓക്കെ, കാഴ്ച. അത് കഴിഞ്ഞിട്ട് രക്തം കട്ടപിടിക്കൽ, അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാന്ന് പറയും നമ്മള്, രക്തം കട്ടപിടിക്കൽ എന്നിവയുൾപ്പെടെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ADEK എന്നിവയാണ് ADEK വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ADEK വിറ്റാമിനുകൾ എന്ന് പറയുമ്പോൾ അത് എന്തിലൊക്കെയാണ് പങ്കെടുക്കുന്നത്? നോക്കിക്കേ, രോഗപ്രതിരോധ ശേഷി, അല്ലെ, നമുക്ക് രോഗം വന്നാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി, അല്ലെ, രോഗപ്രതിരോധ ശേഷി. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? അസ്ഥികളുടെ ആരോഗ്യം. അസ്ഥികളുടെ ആരോഗ്യമാണ് രണ്ടാമത്തത് വരുന്നത്. മൂന്നാമത്തത് ഏതാണ്? കാഴ്ച. കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ രക്തം കട്ടപിടിക്കൽ. ഓക്കെ, രക്തം കട്ടപിടിക്കൽ എന്നിവയുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എന്ത്? വിറ്റാമിൻ ADEK എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. നമ്മൾ ചോദ്യം വായിക്കുന്ന സമയത്ത് ഈ ശരിയായ പ്രവർത്തനമാണോ തെറ്റ് ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നോക്കണം. ഇതിൽ തന്നിരിക്കുന്നത് ബന്ധമില്ലാത്തതാണ്, ബന്ധമുള്ളതല്ല ചോദിച്ചിരിക്കുന്നത്, ബന്ധമില്ലാത്തത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മസ്തിഷ്കം, അല്ലെ, നമ്മളെ ബ്രെയിൻ, തലച്ചോറ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ എന്താ അറിയണം? അതിനെ പറ്റി നമുക്ക് അറിയണം. എന്താണ് അതിന്റെ ഭാഗങ്ങൾ, കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ ആരാ തന്നിരിക്കുന്നത്? സെറിബ്രമാണ്. സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഏതാണ്? ഓപ്ഷൻ എ നോക്കിക്കേ. ഓപ്ഷൻ എ ഏതാണ്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിന്റെ കേന്ദ്രം. അതാണ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിന്റെ കേന്ദ്രം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഓക്കെ, ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി നോക്കിക്കേ. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ ഇതിന്റെ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നത്. ഓക്കെ, ഇതിന് കേന്ദ്രമായിട്ട് വർത്തിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ബോഡിയിൽ രണ്ട് ചലനങ്ങളുണ്ട്, ഐശ്ചിക ചലനങ്ങളും അനൈശ്ചിക ചലനങ്ങളും. എന്താണ്? ഒന്ന് നമ്മളെ കൺട്രോളിൽ ഉള്ളതാണ്, അല്ലെ, വളണ്ടറിയും ഇൻവളണ്ടറി മൂവ്മെന്റ്സ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഒന്ന് നമ്മളെ കൺട്രോളിൽ ഉള്ളതാണ്, ഒന്ന് നമ്മൾ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്, അല്ലെ. നമുക്കൊരു സാധനം എടുക്കുക എന്നുള്ളത് എന്താണ്? വളണ്ടറി ആണ്, അല്ലെങ്കിൽ ഐശ്ചിക ചലനങ്ങളാണ്. നമുക്ക് എടുക്കാൻ വിചാരിച്ചാൽ നമുക്കത് എടുക്കാൻ പറ്റും, കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഹാർട്ട് ബീറ്റ് അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതാണ് മറ്റേതിൽ വരിക. ഓക്കെ, അപ്പൊ രണ്ട് ചലനങ്ങൾ ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? സെറിബ്രത്തിന്റെ ധർമ്മമായി ബന്ധമില്ലാത്തത് ഏതാ? ഇതിൽ 3 ബന്ധമുള്ളതാണ്. 3 സെറിബ്രത്തിന്റെ ധർമ്മമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് അതിലുള്ളതല്ല. ഏതാണ് അതിൽ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ ഡി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഏതായിരിക്കും വരിക? ഏതായിരിക്കും വരിക? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിന്റെ കേന്ദ്രമാണോ സെറിബ്രം? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതാണോ? അല്ലെങ്കിൽ ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതാണോ? ഏതാണ് തെറ്റായത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഇതാണ് ബന്ധമില്ലാത്തത്. ബാക്കി എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
ഓക്കെ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ബന്ധമില്ലാത്തതാണ്. ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ എ, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിന്റെ കേന്ദ്രമാണ് ആര്? സെറിബ്രം എന്ന് പറയുന്നത്. അപ്പൊ സെറിബ്രത്തിന്റെ ധർമ്മങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഏതാണ്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിന്റെ കേന്ദ്രമാണ് സെറിബ്രം. ഓക്കെ, അതുപോലെ നോക്കിക്കേ, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നതും ഇവരാണ്. ഓക്കെ, അത് ഏതാണ്? സെറിബ്രം ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നമ്മൾ എന്തിനെ പറ്റിയില്ല അറിയണം? മസ്തിഷ്ക ഭാഗത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇതിപ്പോ സെറിബ്രത്തിനെ പറ്റി ചോദിച്ചതാണ്. അതുപോലെ നമുക്ക് സെറിബെല്ലം ഉണ്ട്, മെഡുല്ല ഒബ്ലാങ്കട്ട ഉണ്ട്, അങ്ങനെ പല പാർട്സും ഉണ്ട് നമുക്ക് മസ്തിഷ്കത്തിന് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറിച്ചും അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ ഓക്കെ എന്താണ് ഫസ്റ്റ് മസ്തിഷ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം, അല്ലെ? നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ എന്താ പറയാ? ഫ്രിനോളജി. എന്താണ് പറയാ? മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനത്തിനെ, ആ ശാഖയെ നമ്മൾ എന്താ പറയാ? ഫ്രിനോളജി. എന്താ പറയാ? ഫ്രിനോളജി. ഓക്കെ, ഫ്രിനോളജി എന്നാണ് പറയാ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി. ഏതാണ് അസ്ഥി? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയെ നമ്മൾ പറയുന്ന പേരാണ് കപാലം. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അല്ലേ? ഓക്കെ, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? കപാലം. ഓക്കെ, കപാലത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ക്രാനിയോളജി. കപാലത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ക്രാനിയോളജി. കപാലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് നമ്മൾ കപാലം. അതിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ക്രാനിയോളജി എന്ന് പറയുക. അപ്പൊ ക്രാനിയോളജിയും ഫ്രിനോളജിയും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും, വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഫ്രിനോളജി എന്താണ്? മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഫ്രിനോളജി എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. എന്താണ് ക്രാനിയോളജി? കപാലത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയാ? ക്രാനിയോളജി എന്ന് പറയാ. ഓക്കെ, മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ്? അല്ലെ, മസ്തിഷ്കത്തിന്റെ ഭാരം, നമ്മളൊരു റെസ്റ്റിന്റെ സൈസ് ഉണ്ടെന്നാണ് നമ്മൾ നോർമലി പറയാ. അപ്പൊ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1400 ഗ്രാം ആണ്. എന്താണ്? 1400 ഗ്രാം ആണ് എന്തുള്ളത്? മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പാർട്സും ആക്കി നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ആരാണ്? സെറിബ്രം. ഓക്കെ, സെറിബ്രം. ക്ലിയർ ആണല്ലോ? ഓക്കെ, സെറിബ്രത്തിനെ പറ്റി നോക്കാം നമുക്ക്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. ഓക്കെ, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം ആണ് ഏറ്റവും വലിയ ഭാഗം. മസ്തിഷ്കത്തിൽ ഏറ്റവും വലിയ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബ്രം ആണ്. ക്ലിയർ ആണല്ലോ? സെറിബ്രം. ഓക്കെ, ധാരാളം ചുളിവുകളും മടക്കുകളും അവിടെ കാണപ്പെടുന്നു. ധാരാളം ചുളിവുകളും മടക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തത് എന്താണ്? സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും. ഓക്കെ, സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പുറം ഭാഗത്തെ എന്താ വിളിക്കുന്നത്? കോർട്ടെക്സ് എന്നാണ് നമ്മൾ പുറം ഭാഗത്തെ വിളിക്കുന്നത്. ഉൾഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? മെഡുല്ല എന്നാണ് പറയുക. ഓക്കെ, ഉൾഭാഗത്തെ നമ്മൾ മെഡുല്ല എന്ന് പറയും. പുറത്തുള്ള കോർട്ടെക്സിന്റെ നിറം ഏതാണ്? ചാരനിറമാണ്. എന്തിന്റെ നിറം? പുറം ഭാഗത്തിന്റെ നിറം. ഏതാ പുറം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കോർട്ടെക്സ്. ഉൾഭാഗത്തിന്റെ നിറം ഏതാണ്? വെളുത്ത നിറമുള്ള വെള്ള കളറാണ് ഉണ്ടാവുക. വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ നമ്മൾ മെഡുല്ല എന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറിബ്രത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ ആ ഓപ്ഷൻസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. എന്താണ്? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോയിന്റ്. എന്താണ്? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറിബ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ?
ഓക്കെ, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? സെറിബ്രമാണ്. ഓക്കെ, ഇന്ദ്രിയാനുഭവങ്ങളെ ഉളവാക്കുന്നു. ഇതും നമ്മൾ പറഞ്ഞു, അതിൽ ഓപ്ഷൻസ് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞു. ഇന്ദ്രിയാനുഭവങ്ങളെ ഉളവാക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മൾ പറഞ്ഞു 2 ചലനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ, ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. മനുഷ്യരെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം. മറ്റു മൃഗങ്ങളെ വെച്ച് നമ്മൾ മനുഷ്യനെ താരതമ്യം ചെയ്യുമ്പം നമ്മൾ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്, മസ്തിഷ്ക ഭാഗമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ? ഓക്കെ, അതാണ് അടുത്തത് പറഞ്ഞിരിക്കുക. അടുത്ത് നോക്കിയേ, സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയാ? ബ്രോക്കസ് ഏരിയ. എന്താണ് പറയാ? നോക്കിക്കേ, ദാ ബ്രോക്കസ് ഏരിയ. സ്ക്രീൻ നോക്കേ, ബ്രോക്കസ് ഏരിയ. ബ്രോക്കസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗത്തെ എന്താ വിളിക്കുക? ബ്രോക്കസ് ഏരിയ എന്നാണ് പറയാ. ക്ലിയർ ആണല്ലോ? ബ്രോക്കസ് ഏരിയ. ഓക്കെ, നോക്കിക്കേ, പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അല്ലേ, നമ്മൾ ചില കാര്യങ്ങളിൽ പരിചയമുള്ള വസ്തുക്കളൊക്കെ പേര് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ചിത്രം നമ്മളെ മനസ്സിൽ വരും. ഓക്കെ, അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലുള്ളത്? നമ്മളെ സെറിബ്രമാണ്. ആ ഏരിയയെ നമ്മൾ എന്താ പറയുക? സെറിബ്രത്തിലുള്ള വെർണിക്കസ് ഏരിയ എന്നാണ് പറയുക. എന്താ പറയാ? വെർണിക്കസ് ഏരിയ. എന്താ പറയാ? വെർണിക്കസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർണിക്കസ് ഏരിയ എന്നാണ് പറയേണ്ടത്. ക്ലിയർ? അപ്പൊ നമ്മൾ 2 ഏരിയാസ് പഠിച്ചു. ബ്രോക്കസ് ഏരിയയും പഠിച്ചു, വെർണിക്കസ് ഏരിയയും പഠിച്ചു. എന്തായിരുന്നു ബ്രോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സംസാരശേഷിയുമായി ബന്ധപ്പെട്ടതാണ് ബ്രോക്കസ് ഏരിയ. എന്താണ് വെർണിക്കസ് ഏരിയ എന്ന് പറയുന്നത്? വസ്തുക്കളുടെ പേര് നമ്മൾ കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം നമ്മളെ മനസ്സിലേക്ക് വരും. അതിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ ആണ് വെർണിക്കസ് ഏരിയ. ഇത് രണ്ടും ആരിലാണുള്ളത്? സെറിബ്രത്തിലാണുള്ളത്. രണ്ടും ഉള്ളത് ആരിലാണ്? സെറിബ്രത്തിലാണുള്ളത്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് അബൌട്ട് സെറിബ്രം. അത്രയുമാണ് സെറിബ്രത്തെ കുറിച്ച് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, സെറിബെല്ലം. അടുത്തതാരാണ്? സെറിബെല്ലം. സെറിബെല്ലം രണ്ടാമത്തേത് നമ്മൾ ആരെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്? സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. ആരായിരുന്നു ഫസ്റ്റ് വലിയ ഭാഗം? ആദ്യം ഏറ്റവും വലിയ ഭാഗം ആരായിരുന്നു? സെറിബ്രം. രണ്ടാമത്തേത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സെറിബെല്ലം. എന്താണ്? സെറിബെല്ലം. രണ്ടാമത്തെ വലിയ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്? സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, നോക്കിക്കേ, സെറിബ്രത്തിന്റെ എവിടെയാണ് നമുക്ക് സെറിബെല്ലം കാണാൻ പറ്റുക? സെറിബ്രത്തിന്റെ പിന്നിൽ. നമ്മൾ സെറിബ്രം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന്റെ പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്നു. ആരെയാണ് കാണപ്പെടുന്നത്? സെറിബെല്ലം. എവിടെയാണ് സെറിബെല്ലം കാണപ്പെടുന്നത്? സെറിബ്രത്തിന്റെ പിന്നിലായിട്ട് 2 ദളങ്ങളായിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? സെറിബെല്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ചുളിവുകളും ചാലുകളും ഉണ്ട്. ഇവിടെ സെറിബെല്ലത്തിൽ എന്തുണ്ട്? കുറെ ചുളിവുകളും എന്തുമുണ്ട്? ചുളിവുകളും എന്തുകൂടെ ഉണ്ട്? ചാലുകളും എന്ത് ചെയ്യാൻ പറ്റും? കാണപ്പെടുന്നു. എവിടെയാണ് കാണപ്പെടുന്നത്? സെറിബെല്ലത്തിൽ. ക്ലിയർ? ഓക്കെ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര സന്തുലിത പാലിക്കുന്നു. ഓക്കെ, ശരീര തുലന നില പാലിക്കുന്നു. ഓക്കെ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തുല നില പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം. മദ്യം കഴിക്കുന്ന സമയത്ത് നമ്മൾ തലച്ചോറിനെ ബാധിക്കും എന്ന് പറയും. അപ്പൊ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, മദ്യം ബാധിക്കുന്ന, ഇതൊരു വട്ടം ഏതൊരു ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. മദ്യം തലച്ചോറിന്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം ആണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. ലിറ്റിൽ ബ്രെയിൻ എന്നും കൂടെ നമ്മൾ സെറിബെല്ലത്തെ വിളിക്കും. അപ്പൊ മസ്തിഷ്കത്തിൽ ഏത് ഭാഗത്തെയാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗവും ഏതാണ്? സെറിബെല്ലം ആണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നമുക്ക് ആരെ പറ്റിയാ നോക്കാനുള്ളത്? തലാമസ് ആണ്. ഓക്കെ, മൂന്നാമത്തേത് ആരാണ്? തലാമസ്. ഓക്കെ, നമ്മളിപ്പോ സെറിബ്രം പറഞ്ഞു കഴിഞ്ഞു, സെറിബെല്ലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തേത് ആരാണ് വരുന്നത്? തലാമസ് ആണ് വരുന്നത്. ഏതാണ് വരുന്നത്? തലാമസ്. ഓക്കെ, തലാമസ് എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിന്റെ താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിന്റെ താഴെയായിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? തലാമസിനെ കാണാൻ പറ്റുക. സെറിബെല്ലത്തിന്റെ അല്ല കേട്ടോ, സെറിബ്രത്തിന്റെ താഴെയായി കാണപ്പെടുന്നു. ഈസി അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിക്കേ, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. നോക്കിക്കേ, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ഓക്കെ, അതാണ് തലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. കുറേ ആവേഗങ്ങൾ ഉണ്ടാവും, അതിലെല്ലാം കടത്തിവിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിന് ഏതാണ് ആവശ്യമുള്ളത് എന്ന് നോക്കിയിട്ട് അതിന് ഇതിലേക്ക് കടത്തിവിടുന്നത്. ഓക്കെ, അതിനെ സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്നത് ആരാണ്? തലാമസ് ആണ്. അപ്പൊ തലാമസിന്റെ ധർമ്മം എന്താണ്? എല്ലാ ആവേഗങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആവശ്യമുള്ളത്, പ്രാധാന്യമുള്ളതിനെ കടത്തിവിടുന്നത് ആരാണ്? തലാമസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് തലാമസ്. അതുപോലെ തലാമസിന്റെ അടുത്ത പോയിന്റ് നോക്കിക്കേ, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റിലേ സ്റ്റേഷൻ ചോദിക്കും. റിലേ സ്റ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. സെറിബ്രം അല്ല, സെറിബെല്ലം അല്ല, തലാമസ്. ഓക്കെ, തലാമസ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തലാമസ്. ഓക്കെ, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ വേദന സംഹാരികൾ കൊടുക്കുന്ന സമയത്ത് തലച്ചോറിലെ ഏത് ഭാഗവുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? തലാമസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലാമസ് ആണ്. ഓക്കെ, അടുത്തത് നിദ്രവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം. അല്ലെ, നിദ്രവേളകളിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, അല്ലെ സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തടയുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലാമസ് ആണ്. ഓക്കെ, ഇത്രയുമാണ് എന്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാമസിന്റെ ധർമ്മങ്ങൾ. അപ്പം ഓരോ പാർട്ടിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത നോക്കിക്കേ, ഏതാണ്? നാലാമത്തതല്ലേ നമ്മൾ പറയേണ്ടത്? യെസ്, നാലാമത്തത് ഏതാണ്? നാലാമത്തത് മെഡുല്ല ഒബ്ലാങ്കട്ട. ഏതാണ് അടുത്ത പാർട്ട്? മെഡുല്ല ഒബ്ലാങ്കട്ട എന്നാണ് അടുത്ത പാർട്ട്. മെഡുല്ല ഒബ്ലാങ്കട്ട നോക്കിക്കേ, സെറിബ്രത്തിന്റെ ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന്, അപ്പം സെറിബ്രത്തിന്റെ ചുവടെയായിട്ട് സെറിബ്രെല്ലത്തോട് ചേർന്നിട്ട് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. എവിടെയാണ് അത് ഉള്ളത്? ഓക്കെ, സെറിബ്രത്തിന്റെ താഴെയായിട്ടും സെറിബെല്ലത്തോട് ചേർന്നിട്ടും ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഹൃദയസ്പന്ദനം. ഇത് നോക്കിക്കേ, ഹൃദയസ്പന്ദനം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ വന്നിരിക്കുന്നത് ഒരു ചോദ്യമായിരുന്നു ഇത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും. നമ്മൾ പറഞ്ഞു ഐശ്ചിക പ്രവർത്തനങ്ങളും ഉണ്ട്, അനൈശ്ചിക പ്രവർത്തനങ്ങളുണ്ട്. ഐശ്ചിക പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഐശ്ചിക പ്രവർത്തനങ്ങൾ എന്ന് പറയും. വളണ്ടറി മൂവ്മെന്റ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അനൈശ്ചിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി, അതായത് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അനൈശ്ചിക ചലനങ്ങൾ എന്ന് പറയുക. അതിന് ഉദാഹരണങ്ങളാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം. അതൊന്നും നമ്മളെ കൺട്രോളിലല്ല, അല്ലെ? നമുക്ക് വേണമെന്ന് അല്ലെ ഇതിന്റെ ഹൃദയസ്പന്ദനം അതൊന്നും നമ്മളതില്ല. അപ്പൊ അത് അനൈശ്ചികമാണ്. അപ്പം അതിന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. ഇതൊരുവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓക്കെ, ഇതാണ് മെഡുല്ല ഒബ്ലാങ്കട്ട.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് എന്താണ്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുക. തലാമസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തലാമസിന് തൊട്ടു താഴെ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഹൈപ്പോതലാമസ് എന്ന് പറയാ. എന്താ പറയാ? ഹൈപ്പോതലാമസ്. ഓക്കെ. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. എന്താണ് അതിന്റെ ധർമ്മം? ആന്തര സമസ്ഥിതി പരിപാലനമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈപ്പോതലാമസിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് എന്താണ്? ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അല്ലേ? നമ്മുടെ ശരീരത്തില് ജലത്തിന്റെ അളവുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? വാട്ടറിന്റെ അളവുണ്ട്. ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് ഭാഗം? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ഹൈപ്പോതലാമസ്. ഓക്കെ, ശരീരത്തിന്റെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത നോക്കിക്കേ, വിശപ്പ്. ഓക്കെ, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം നമ്മളല്ലേ? ഏതൊക്കെയാണ്? വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതാണ് ഭാഗം? ഹൈപ്പോതലാമസ്. ഓക്കെ, ഹൈപ്പോതലാമസ് ഓർക്കണേ. ഓക്കെ, അടുത്ത നോക്കിക്കേ, രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? നമ്മളെ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അടുത്ത നോക്കി, മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് സുഷുമ്ന. മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? മെഡുല്ല ഒബ്ലാങ്കട്ട എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് സുഷുമ്ന എന്ന് നോക്കാം. മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? സുഷുമ്ന എന്ന് പറയാ. ഓക്കെ, മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് സുഷുമ്ന എന്ന് പറയാ. സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗത്തെയാണ് അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കട്ട എന്ന് പറഞ്ഞ സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓക്കെ, മെഡുല്ല ഒബ്ലാങ്കട്ട. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം. വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാവും. അങ്ങനെ പ്രതിരോധശേഷി ആർജിക്കാൻ സാധിക്കാത്ത രോഗം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. നോക്കിക്കേ, ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്തായിരുന്നു? സിക്കിൾ സെൽ അനീമിയ എന്തായിരുന്നു? RBC അല്ലെ? റെഡ് ബ്ലഡ് സെൽ എന്തായിട്ട് മാറുക? സിക്കിൾ ഷേപ്ഡ്, അരിവാൾ ഷേപ്പ് ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? സിക്കിൾ സെൽ അനീമിയയിൽ നടക്കുന്ന കാര്യം. ഓക്കെ, രണ്ടാമത്തത് ക്ഷയമാണ്. ക്ഷയം. മൂന്നാമത്തത് നോക്കിക്കേ, വില്ലൻ ചുമ. ഓക്കെ, നാലാമത്തത് ഏതാണ്? ഡിഫ്തീരിയ. നാലാമത്തെ ഓപ്ഷൻ ഏതാ കൊടുത്തിരിക്കുന്നത്? ഡിഫ്തീരിയ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്താ ചോദിച്ചിരിക്കുന്നത്? വാക്സിനേഷനിലൂടെ പ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കാത്തത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? സിക്കിൾ സെൽ അനീമിയ ആണോ, ക്ഷയമാണോ, വില്ലൻ ചുമയാണോ, ഡിഫ്തീരിയ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? സിക്കിൾ സെൽ അനീമിയ, ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കില്ല. ഏതായിരിക്കും? സിക്കിൾ സെൽ അനീമിയ. എന്തായിരുന്നു സിക്കിൾ സെൽ അനീമിയ? നമ്മൾ പറഞ്ഞു റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ RBC അരിവാൾ ഷേപ്പ് ആയിട്ട് അതിന്റെ സിക്കിൾ ഷേപ്ഡ് ആയിട്ട് മാറുക. ഓക്കെ, അതാണ് ഈ ഡിസീസിൽ നടക്കുക. അപ്പം ഇതിൽ നമുക്ക് വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കില്ല. ബാക്കി കേസിൽ ക്ഷയത്തിലും വില്ലൻ ചുമ, ഡിഫ്തീരിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ കേസിൽ, സിക്കിൾ സെൽ അനീമിയന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ പോസിബിൾ അല്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്?
ഓക്സിജന്റെ ഉറവിടം നമുക്കറിയാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് അവിടെ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പം അതിന്റെ ഉറവിടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജന്റെ ഉറവിടം, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് നോക്കിക്കേ, അന്നജത്തിന്റെ വിഘടനം. അന്നജത്തിന്റെ വിഘടനം കാരണമാണോ? നോക്കിക്കേ അടുത്തത് ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനം. ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനം. ഓപ്ഷൻ സി ജലത്തിന്റെ വിഘടനം. ഓപ്ഷൻ സി എന്താണ്? ജലത്തിന്റെ വിഘടനം. ഓപ്ഷൻ ഡി ATPയുടെ വിഘടനം. ഈ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ഓക്സിജന്റെ ഉറവിടം എന്ന് ചോദിച്ചിരിക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന് സമയത്ത് പുറന്തള്ളപ്പെടുന്ന ഓക്സിജന്റെ ഉറവിടം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ അന്നജത്തിന്റെ വിഘടനം കാരണമായിരിക്കുമോ? അന്നജത്തിന്റെ വിഘടനമായിരിക്കും ഉറവിടം വരിക? അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനമാണോ? അല്ലെങ്കിൽ ജലത്തിന്റെ വിഘടനമാണോ? പിന്നെ ലാസ്റ്റ് ATPയുടെ വിഘടനം. ഇത് ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് വരിക, ജലത്തിന്റെ വിഘടനമാണ്. ഓക്കെ, ഇതിനു മുന്നേ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രകാശന സംശ്ലേഷണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന ഓക്സിജന്റെ ഉറവിടം ജലത്തിന്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രകാശന സംശ്ലേഷണം പഠിച്ച സമയത്ത് ഇല്ലേ? അപ്പം ആൻസർ ഏതാണ്? ജലത്തിന്റെ വിഘടനമാണ് എന്ത് ആയിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യരെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ജനറൽ നോളജിൽ ക്വസ്റ്റ്യൻ ആണ്, GK ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യരെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് നോബൽ പ്രൈസ് കിട്ടിയത് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന ആൾക്കാരിൽ ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, സൂക്രോ മനാബെ ആണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഡേവിഡ് ജൂലിയസ് ആണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ക്ലോസ് ഹാൽമാൻ. ഓക്കെ, ഓപ്ഷൻ ഡി ജോർജിയോ പാരസി. ഏതാണ് ഓപ്ഷൻ വരിക? ഏതാണ് കറക്റ്റ് ആൻസർ വരിക? അറിയോ? 2021 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്? ചൂടും സ്പർശനവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് നോബൽ പ്രൈസ് കിട്ടിയ 2021 കിട്ടിയ ശാസ്ത്രജ്ഞൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി ആണ് വരിക. ഡേവിഡ് ജൂലിയസിനാണ് നോബൽ പ്രൈസ് കിട്ടിയത് 2021. ഡേവിഡ് ജൂലിയസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പബ്ലിക് എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കണേ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹരിത കേരളം, ഓപ്ഷൻ ബി എന്റെ മരം, ഓപ്ഷൻ സി മണ്ണെഴുത്ത്, ഓപ്ഷൻ ഡി ജൈവ വൈവിധ്യ ഉദ്യാനം. ഏതാണ് ഉത്തരം വരിക? ഹരിത കേരളമാണോ, അല്ലെങ്കിൽ എന്റെ മരമാണോ, അല്ലെങ്കിൽ മണ്ണെഴുത്താണോ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ജൈവ വൈവിധ്യ ഉദ്യാനമാണോ? ഏതാണ് ഇതിൽ ശരിയായ ഉത്തരമായിട്ട് വരിക? ചോദ്യം നോക്കിക്കേ ഒന്നുകൂടെ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹരിത കേരളം, ഓപ്ഷൻ ബി എന്റെ മരം, ഓപ്ഷൻ സി മണ്ണെഴുത്ത്, ഓപ്ഷൻ ഡി ജൈവ വൈവിധ്യ ഉദ്യാനം. ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ജൈവ വൈവിധ്യ ഉദ്യാനമാണ് ആ പരിപാടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതിന്റെ ധർമ്മങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ആ ഒരു
സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഇതിനെ പുറത്തുള്ള കാര്യങ്ങളും പഠിക്കുക. ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു.